ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് സെറ്റ് കെമിസ്ട്രി റിവിഷന്റെ ഭാഗമായിട്ട് സിലബസിൽ വരുന്ന കുറച്ച് മേജർ ഏരിയാസ് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പൊ എല്ലാവർക്കും ടോസ് അക്കാഡമിയുടെ ആശംസകൾ. ഇത്തവണത്തെ സെറ്റ് തന്നെ കരസ്ഥമാക്കുക. കാരണം ഇനിയിപ്പോ അടുത്ത HSST ഒക്കെ വരാനുള്ള സമയമായിട്ടുണ്ട്. കാരണം LPUP HSA ഒക്കെ വിളിച്ചു കഴിഞ്ഞു. LPUPയുടെ എക്സാം കഴിഞ്ഞു, HSAയുടെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പൊ ആ ഒരു ടേണിൽ ഇനി അടുത്തത് HSST ആണ് വരാൻ സാധ്യതയുള്ളത്. സോ HSST അധികം ദൂരമല്ല, വിദൂരമല്ല എന്ന് ഓർത്തുകൊണ്ട് ലാസ്റ്റ് മിനിറ്റുള്ള ഹെർബറി ഒഴിവാക്കി എത്രയും പെട്ടെന്ന് തന്നെ ഇത്തവണത്തെ സെറ്റ് തന്നെ കരസ്ഥമാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാസ് സ്പെക്ട്രോമെട്രി എന്നാണ്. മാസ് സ്പെക്ട്രോമെട്രിയിലെ ഒരു ചോദ്യം സ്ഥിരമുള്ളതാണ്. ഈ ഒരു ക്ലോറിൻ ഐസോട്ടോപ്പിന്റെയും ബ്രോമിൻ ഐസോട്ടോപ്പിന്റെയും ഈ റേഷ്യോ ഓഫ് പീക്ക് കാണാനായിട്ട്. അപ്പൊ ഇതില് മാസ് സ്പെക്ട്രം ഓഫ് 1,2 ഡൈക്ലോറോ ഈത്തേൻ ആണ്. റേഷ്യോ ഓഫ് പീക്ക് ഏത് ഭാഗത്ത് വരും എന്നുള്ളതാണ്. 98, 100, 102 വരുന്ന പീക്കുകളുടെ ഇന്റൻസിറ്റി റേഷ്യോ ആണ്, റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. 98നെ നമുക്ക് M എന്ന് വിളിച്ചാൽ 100 M+2 ആണ്, 102 M+4 ആണ്. സോ 3 പീക്ക് എമ്മില് M+2ല് M+4ല് ഇതിന്റെ റേഷ്യോ എന്താണെന്നാണ്. അപ്പൊ നിങ്ങൾ നമ്മുടെ കോമ്പൗണ്ട് നോക്കുക. അതിൽ ക്ലോറിൻ ഉണ്ട് എങ്കിൽ എത്ര ക്ലോറിൻ ഉണ്ടെങ്കിലും അത് ഏതൊക്കെ ടൈപ്പ് ക്ലോറിൻ ആവാനാ സാധ്യത? Cl35ഉം Cl37ഉം. അത് വരാനുള്ള ഒരു റേഷ്യോ എന്ന് പറയുന്നത് 3:1 രീതിയിലാണ് അവർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ റേഷ്യോ ഓഫ് പീക്ക് ഈ മൂന്നടുത്ത് വരുന്ന എങ്ങനെയാണെന്ന് കാണാനായിട്ട് അവരുടെ അബണ്ടൻസ്, ഇന്റൻസിറ്റി ഓഫ് അബണ്ടൻസ്, ഐസോട്ടോപ്പുകളുടെ ഇന്റൻസിറ്റി ഓഫ് അബണ്ടൻസിനെ A+B എന്ന് എഴുതുക. ദാറ്റ് മീൻസ് 3:1ല് A3യും B1ഉം. ദ റേസ് ടു നമ്പർ ഓഫ് ആറ്റം, ഐസോട്ടോപ്പിക് ആറ്റം എത്രണ്ണം ഉണ്ട് അത്രയും തന്നെ. A+B റേസ് ടു എന്റെ ബൈനോമിയൽ എക്സ്പ്രഷൻ എടുത്താൽ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി കിട്ടും. ഇവിടെ രണ്ട് ക്ലോറിൻ ഡൈക്ലോർ ആണ്. സോ N2 ആണ്. ഇന്റൻസിറ്റി എന്താണ്? 3+1 ആണ്. സോ അതിനെ ബൈനോമിയൽ എക്സ്പ്രഷനിൽ എക്സ്പാൻഡ് ചെയ്താൽ 3² in plus 2AB, 2 into 3 into 1 plus 1². That means 9:6:1 റേഷ്യോ കിട്ടും. ഇനി നേരെ മറിച്ച് 1,2 ഡൈബ്രോമോ ഈത്തേൻ ആണ് എങ്കിൽ ബ്രോമിനും ഇതുപോലെ തന്നെ രണ്ട് ഐസോട്ടോപ്പ് ഉണ്ട്. അവരുടെ റേഷ്യോ അല്ലെങ്കിൽ അവരുടെ അബണ്ടൻസ് എന്ന് പറയുന്നത് 1:1 ആണ്. സോ ബ്രോമോ ഈഥൈനിൽ എങ്ങനെയാണ് പീക്ക് വരുന്നത്? 1 + 1 the whole raised to 2 ബ്രോമിൻ ആണ് 2. ദാറ്റ് മീൻസ് 1:2:1. രണ്ട് ക്ലോറിനുള്ള ഒരു കോമ്പൗണ്ടില് വരുന്നത് 9:6:1ലും ദെൻ ബ്രോമിനില് 1:2:1ലും. ഇനി നേരെ മറിച്ച് ഇവിടെ ട്രൈ ബ്രോമോ ആയിരുന്നെങ്കിൽ 1 + 1 the whole raised to 3 എന്ന് വന്നേനെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് കോർഡിനേഷൻ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. കോർഡിനേഷൻ കെമിസ്ട്രി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ചോദ്യം, ഒരുപാട് മാർക്ക് സ്കോറിംഗ് ഏരിയ ഉള്ളതാണ്. അപ്പൊ ഇവിടെ ടെട്രാഹീഡ്രൽ ജോമെട്രിയിൽ ഏതിനാണ് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കുക, ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒക്ടാഹീഡ്രൽ ആണെങ്കിൽ T2Gയിലും ടെട്രാഹീഡ്രൽ സിമെട്രി ഇല്ലാത്തതുകൊണ്ട് T2ലും അസിമെട്രിക് ഫില്ലിംഗ് ഉണ്ട്. ഇലക്ട്രോൺസ് ഏകീകൃതമായിട്ടല്ല ഫില്ല് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ എന്തുണ്ട്? ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ തന്നിരിക്കുന്ന കോൺഫിഗറേഷൻ ഹൈ സ്പിന്നും ലോ സ്പിന്നും ഒന്നും പറഞ്ഞില്ല. അതൊരു പ്രശ്നമല്ല, കാരണം ടെട്രാഹീഡ്രൽ ജോമെട്രിയിൽ എപ്പോഴും ഹൈ സ്പിൻ ആയിരിക്കും. സോ നമുക്ക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതാം. D3, D4, D8, D9. ഓക്കെ, ഈ T2 കാരണം നമ്മളുടെ ആരാണ്? ടെട്രാഹീഡ്രൽ ആണ്. ഓക്കെ, സോ നമുക്ക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതാം. 1, 2, 3. T2 3ഉം ഈ 2ഉം. ഓക്കെ, D4 1, 2, 3, 4. 8 1, 2, 3, 4, 5, 6, 7, 8. Sorry. D9 1, 2, 3, 4, 5, 6, 7, 8, 9. നോക്കിക്കേ, ഇവിടെ T2ല് രണ്ടെണ്ണം അൺഫിൽഡ് ആണ്. സോ അസിമെട്രി ഉണ്ട്. D4ല് ഒരെണ്ണം അൺഫിൽഡ് ആണ്, അസിമെട്രി ഉണ്ട്. D8ല് ഇവിടെ രണ്ടെണ്ണത്തിലും ഓരോന്നേ ഉള്ളൂ. നേരെ മറിച്ച് ഇവിടെ ഇരട്ടയാണ്, പെയർഡ് ആണ്. സോ അസിമെട്രി ഉണ്ട്. ഒന്നെങ്കിൽ ഹാഫ് ഫിൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എംറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആയിരിക്കണം സിമെട്രി വരണമെങ്കിൽ. ഇവിടെയും ഒരെണ്ണം
അൺപെയർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ അസിമെട്രി ഉണ്ട്. സോ D3, D4, D8, D9 T2 അസിമെട്രി ഉള്ളത് കൊണ്ട് അവരെന്തിന് കാരണമാകും? ഓർബിറ്റൽ കോൺട്രിബ്യൂഷന് കാരണമാകും. ഓക്കെ, അടുത്തത് കൺസിഡറിംഗ് ദ ക്വാഡ്രപോൾ നേച്ചർ ഓഫ് bond in Re2Cl2 minus the bond order in Re2Cl4 Pme2PH4 ന്റെയും Pme2PH4ന്റെയും ബോണ്ട് ഓർഡർ കാണാനായിട്ടാണ്. റീനിയത്തിന്റെ ഈ ഒരു കോമ്പൗണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. ഓർഗാനോമെറ്റാലിക്സിൽ ഈ ഒരു ഏരിയക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ നമുക്ക് ഇതിന്റെ ബോണ്ട് ഓർഡർ കാണാനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ലിഗാൻഡ് ഉണ്ടല്ലോ Pme2PH എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ ന്യൂട്രൽ ലിഗാൻഡ്. അതിന് ചാർജുകളൊന്നുമില്ല. സോ 0 ആണ്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം Re2Cl4 ദാറ്റ് P ലിഗാൻഡ് 4 അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുക റീനിയത്തിന്റെ. സോ 2x minus 4 plus 0 equal to plus 1. That means 2x is equal to 5, x is equal to 5/2. That is x is equal to 2.5. റീനിയം 2.5 കോൺഫിഗറേഷൻ കാണുക. എന്താണ് റീനിയം? മാറ്റർ D5S2 ആണ് അല്ലെ. അതിൽ 2.5 കളഞ്ഞാൽ D4.5. സോ 2 റീനിയം ഉള്ളത് കൊണ്ട് ഇവിടെ എത്ര ഇലക്ട്രോൺ കാണും? 4.5 into 2, ദാറ്റ് മീൻസ് 9 ഇലക്ട്രോൺ കാണും. ഓക്കെ, ഇനിയും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ക്വാഡ്രപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് സിഗ്മ പൈ ഡെൽറ്റ. സോ 9 ഇലക്ട്രോൺ. 1 2 3 4 5 6 7 8 9. സോ ഹാഫ് ഇൻറ്റു 8 minus 1, ദാറ്റ് മീൻസ് 3.5. 3.5ന്റെ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ 3.5 ആണ് ബോണ്ട് ഓർഡർ. അതായത് സിഗ്മയും പൈയും ഡെൽറ്റയാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, ബാക്കി ആന്റി ബോണ്ടിങ്. സോ ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോൺ മൈനസ് ആന്റി ബോണ്ടിങ്. ഇനി അടുത്ത കേസിൽ എന്താണ്? ഇവിടെ Re2Cl4 Pme2PH4 ന്യൂട്രൽ ആണ്. സോ ഇതങ്ങ് 0 ആവും. So 2x minus 4 plus 0 equals 0. That is 2x is equal to 4. That is x is equal to 2. So റീനിയം 2 ആണ്. That means D5 ആണ്. 2 റീനിയം ഉണ്ട്. സോ 10 ഇലക്ട്രോൺ ആണ്. നമുക്ക് ഒന്നുകൂടെ അറേഞ്ച് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. That means half into 8 minus 2. That is 6/2. 3. സോ 3.5ഉം 3ഉം ഓപ്ഷൻ ഡി is the answer. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തത് ബയോ ഇൻഓർഗാനിക്കിലെ ഹീമോസയാനിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബയോ ഇൻഓർഗാനിക് പഠിക്കുമ്പോൾ മാക്സിമം എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള ബോണ്ടിങ്ങിനെ കുറിച്ചും ഇങ്ങനത്തെ കമ്പാരിസൺ, ഡിയോക്സി ഓക്സിയുടെ കമ്പാരിസണും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പാരാമാഗ്നറ്റിക് സൈഡിന് കൊടുക്കുക, ഓക്സിഡേഷൻ നമ്പറിന് കൊടുക്കുക. ഇത് ഓക്സി ഹീമോസയാനിൻ ആണ്. നോക്കുക, ഡിയോക്സി ഹീമോസയാനിനിൽ കോപ്പർ 1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. കോപ്പർ 3 N ഹിസ്റ്റിഡിനുമായിട്ട് ഓരോ കോപ്പറും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ദെൻ വൺസ് ഇത് ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്താൽ ഓക്സി ഹീമോസൈൻ ആവുകയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ആവുകയും ബോണ്ടിങ് ഇതാ ഇതുപോലെ വന്ന് eta2 ബ്രിഡ്ജിംഗ് മോഡിൽ O2നെ ബൈൻഡ് ചെയ്യും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തവണ CSIR ചോദിച്ചിട്ടുള്ളതാണ്. ഡിയോക്സിയിൽ കോപ്പർ ബോണ്ട് ഡിസ്റ്റൻസ് 460ഉം ഓക്സിയിൽ അത് 360. ചിലപ്പോൾ ലോവർ ആണോ ഗ്രേറ്റർ ആണോ എന്നുള്ള ടേംസിൽ ക്വസ്റ്റ്യൻ വരാം. ഓക്സി ഹീമോസയനിൽ കോപ്പർ ബോണ്ട് ഡിസ്റ്റൻസ് ഇസ് ഗ്രേറ്റർ എന്ന് ചോദിക്കാം. ആൻസർ എന്താണ്? ഇറ്റ് ഈസ് ലെസ്സർ. കോപ്പർ ബോണ്ട് ഡിസ്റ്റൻസ് ഇസ് ലെസ്സർ കമ്പയർ ടു ഡിയോക്സി ഹീമോസയാനിൻ ഓയിങ് ടു ദ ബൈൻഡിങ് ഓഫ് ഓക്സിജൻ. സോ അത്തരത്തില് ഹീമെരിത്രിനും ഹീമോസയാനിനും എല്ലാം നോക്കുക. ദെൻ ഇത് നമ്മൾ മൊത്തത്തിൽ ഒരു എന്താണ് ഓവറോൾ ആയിട്ട് മെറ്റലർജിയിൽ നിന്ന് ഓർസിന്റെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോകുന്നത് നല്ലതായിരിക്കും. മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വരാം. ജലീന ഏതിൻ്റെതാണ്? ലെഡിന്റെ ആണ്. കലാമിൻ സിങ്കിന്റെ ആണ്. മാലക്കൈറ്റ് കോപ്പറിന്റെ ആണ്. അസുറൈറ്റിന്റെ ഫോർമുല കോപ്പർ കാർബണേറ്റ്, കോപ്പർ ഹൈഡ്രോക്സൈഡ്. അങ്ങനെ ഓവറോൾ ആയിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ലൈനിലൊക്കെ നമ്മുടെ മെറ്റലർജിയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് സാധ്യത ഉണ്ട്. അടുത്തത് ദ ബോണ്ട് ദാറ്റ് ഗിവ്സ് ദ മോസ്റ്റ് ഇന്റൻസ് ബാൻഡ്. തന്നിരിക്കുന്നതിൽ ഏറ്റവും ഇന്റൻസ് ബാൻഡ് തരുന്ന
ബോണ്ട് ഏതാണെന്നാണ് ചോദ്യം. സോ ഇൻഡൻസ് ബാൻഡും ഇന്റൻസിറ്റിയും ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. സോ ഇൻഡൻസ് ബാൻഡ് തരുന്നതെന്ന് പറയുന്നത് ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ബോണ്ട് ആയിരിക്കും. ഡിഫറൻസ് ഇതിൽ എച്ച് എല്ലായിടത്തും സെയിം ആണ്. നേരെ മറിച്ച് സിയും എന്നും എസും ഓയും നോക്കുമ്പോൾ ഓക്സിജൻ ഈസ് more electronegative. So more the electronegative difference, more will be the intensity. So we can choose OH bond as the most intense band in the high infrared spectrum. അടുത്തത് calculate the surface area of a catalyst that absorbs 10⁻³ centimeter cube of nitrogen reduced to STP per gram in order to form the monolayer. സർഫസ് കെമിസ്ട്രി എന്ന് വന്നൊരു ചോദ്യമാണ്. ഈ ടൈപ്പ് ചോദ്യം ഒരിക്കൽ വന്നിട്ടുണ്ട്. സോ ഇതിനകത്തുനിന്ന് കാറ്റലിസ്റ്റിന്റെ സർഫസ് ഏരിയ കാണാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫക്റ്റീവ് ഏരിയ തന്നിട്ടുണ്ട്. സോ ആദ്യമേ നമ്മൾ കാണേണ്ടത് എത്ര N2 മോളിക്യൂള് അബ്സോർബ് ചെയ്യുന്നു നോക്കണം. അതിന് കാൽക്കുലേറ്റ് സർഫസ് ഏരിയ ഇവിടെ എത്ര അബ്സോർബ് ചെയ്തിരിക്കുന്നത് 10⁻³ 10⁻³ into Avogadro number divided by 22,400. നമ്മൾ വോളിയം ഉണ്ടല്ലോ 22.4 ലിറ്റർ. അപ്പൊ ഇൻ ടേംസ് ഓഫ് സെന്റിമീറ്ററിൽ തന്നുകൊണ്ടാണ് 22,400 ആയിട്ട് നമ്മൾ എഴുതുന്നത്. അത് നമ്മൾ നമ്പർ ഓഫ് N2 മോളിക്യൂൾ കാണാം. ഇനി നമുക്ക് അറിയേണ്ടത് സർഫസ് ഏരിയ ആണ് അല്ലെ. അപ്പൊ ടോട്ടൽ ഏരിയ കവേർഡ് ബൈ N2 ആ കാറ്റലിസ്റ്റിന്റെ സർഫസ് ഏരിയ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ നമ്പർ ഓഫ് N2 മോളിക്യൂൾസ് ഇൻടു ഇഫക്റ്റീവ് ഏരിയ ചെയ്താൽ സർഫസ് ഏരിയ കിട്ടും. സർഫസ് ഏരിയ. ഓക്കെ. അപ്പോൾ നമ്പർ ഓഫ് N2 മോളിക്യൂൾസ് നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവഗാഡ്രോ നമ്പറും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2.69 into 10⁻22 കിട്ടും. സോ 2.69 into 10⁻22 into 1.625 into 10⁻⁻15 ചെയ്യുമ്പോൾ അപ്പം സെന്റിമീറ്റർ സ്ക്വയറിലാണ് വരുന്നെങ്കിൽ നമുക്ക് അത് മീറ്റർ സ്ക്വയറിലാക്കുമ്പോൾ നമുക്ക് 4358 മീറ്റർ സ്ക്വയർ എന്ന ആൻസർ കിട്ടും. സോ ഇക്വേഷൻ കാണാതെ പഠിക്കുക. ഏരിയ ഓഫ് കാറ്റലിസ്റ്റ് കാണാൻ നമ്പർ ഓഫ് നൈട്രജൻ മോളിക്യൂൾസ് അബ്സോർബ്ഡ് ഇൻടു എഫക്റ്റീവ് ഏരിയ. ഓക്കെ. അടുത്തത് ഫോസ്ഫറസെൻസ് എന്താണ് എന്നുള്ളതാണ്. ഫോസ്ഫറസെൻസിന്റെ ട്രാൻസിഷൻ ബിറ്റ്വീൻ സിംഗ്ലറ്റ് ആൻഡ് ട്രിപ്ലറ്റ് ആണ്. നേരെ മറിച്ച് ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത് സിംഗ്ലറ്റ് ടു സിംഗ്ലറ്റ് അല്ലെ. അപ്പം ഫ്ലൂറസെൻസ് അങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ ഇതെല്ലാം റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നതാണ്. റേഡിയേഷൻ എമിറ്റ് ചെയ്യാത്ത ട്രാൻസിഷൻസ് ഉണ്ട്. റേഡിയേഷൻ ലെസ് അത് ഇന്റേണൽ കൺവേർഷനും ഇന്റർ സിസ്റ്റം ക്രോസിംഗുമാണ്. അടുത്തത് തന്നിരിക്കുന്നതിൽ ഏത് പാർട്ട് ഓഫ് സോളാർ കുക്കർ ആണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാകുന്നത്? കോട്ടിംഗ് വിത്ത് ബ്ലാക്ക് കളർ ഇൻസൈഡ് ദ ബോക്സ്, മിറർ, ഗ്ലാസ് ഷീറ്റ്, ഔട്ടർ കവർ, നൺ ഓഫ് ദ എബോവ്. ഗ്ലാസ് ഷീറ്റ് ആണ്. ഇതൊരു റയറസ്റ്റ് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോ ഗ്രീൻ ഹൗസിന് കാരണം എന്ന് പറയുന്നത് ചില ഗ്യാസുകളാണ്. ഇപ്പൊ ഡേ ടൈമിൽ നമ്മുടെ എർത്ത് ചൂടിനെ എല്ലാം ട്രാപ്പ് ചെയ്തിട്ട് രാത്രിയിൽ ഇത് പുറത്തോട്ട് വിടും അല്ലെ, സ്പേസിലോട്ട് വിടും. പക്ഷെ ചില ഗ്യാസസ്, ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്നൊക്കെ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ പോലുള്ളവ എർത്തിന് ചുറ്റും ഒരു കുടയായിട്ട് നിന്നുകൊണ്ട് അവർ ഈ ചൂട് പുറത്തോട്ട് കളയില്ല. അങ്ങനെ എർത്തിന്റെ ടെമ്പറേച്ചർ കൂടും. അതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. സോളാർ കുക്കറും ഇതേ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനൊരു ഗ്ലാസ് ഷീറ്റ് ഉണ്ട്, ഔട്ടർ ബ്ലാക്ക് കോട്ടിംഗ് ഉണ്ട്, വെസൽ ഉണ്ട്. അപ്പൊ അതിൽ ആരാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഗ്ലാസ് ഷീറ്റ് ആണ്. ഗ്ലാസ് ഷീറ്റ് ചൂടിനെ ട്രാപ്പ് ചെയ്യുകയും കുക്കറിന്റെ ടെമ്പറേച്ചർ കൂട്ടുകയും ഫുഡ് കുക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഈ ഗ്ലാസ് ഷീറ്റ് ഒരു അംബ്രലയായിട്ട് നിന്നുകൊണ്ട് പുറത്തോട്ട് ഈ ഹീറ്റ് പോകാനായിട്ട് സമ്മതിക്കില്ല. അങ്ങനെ ഗ്ലാസ് ഷീറ്റ് ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കോസ് ചെയ്യും. അപ്പൊ ഇതൊരു റെയർ ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഗ്രീൻ ഹൗസിൽ അതുപോലെ തന്നെ ഗ്രീൻ കെമിസ്ട്രിയിൽ അതുപോലെ തന്നെ ആറ്റം ഇക്കണോമിയും കൂടെ നോക്കണം. നമ്മൾ ഓൾറെഡി പബ്ലിക് വീഡിയോസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആറ്റം ഇക്കണോമി ചെയ്യുന്ന സമയത്ത് എന്താണ് നോക്കേണ്ടത്? ആറ്റം ഇക്കണോമി എന്ന് പറയുന്നത് ഡിസൈർഡ് പ്രോഡക്റ്റിന്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടന്റ് ഇൻറ്റു 100. അപ്പൊ നിങ്ങൾ പ്രോഡക്റ്റ് ഡിസൈർഡ് എടുക്കണം, എല്ലാ പ്രോഡക്റ്റും കൂടെ എടുക്കരുത്. എല്ലാ പ്രോഡക്റ്റും കൂടെ എടുത്താൽ കൺസർവേഷൻ ഓഫ് മാസ് നടക്കുകയും 100 കിട്ടും. പക്ഷെ നമ്മൾ ഡിസൈർഡ് പ്രോഡക്റ്റ് ഇതാണ്, ഈ ഒരു ഇപ്പോക്സൈഡ് ആണ് ഡിസൈർഡ് പ്രോഡക്റ്റ്. ഇതിന്റെ മോളിക്കുലാർ മാസ് ഡിവൈഡ് ബൈ ഈ റിയാക്ടന്റിന്റെ എല്ലാം കൂടെ എടുത്ത് അതേ ഇൻറ്റു 100 ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ആറ്റം ഇക്കണോമി കിട്ടും.
ഓർക്കുക, ആറ്റം ഇക്കണോമി അഡീഷൻ റിയാക്ഷൻസിനും റീഅറേഞ്ച്മെന്റിനും എത്രയാണ്? 100% ആണ്. അപ്പൊ ആറ്റം ഇക്കണോമിക് റിയാക്ഷൻസ് ഉദാഹരണം അഡീഷൻ, റീഅറേഞ്ച്മെന്റ്. സബ്സ്റ്റിറ്റ്യൂഷനും എലിമിനേഷനും എന്താണ്? ലെസ് ദാൻ 100% ആയിരിക്കും. സോ ഇത്തരത്തിലുള്ള ചോദ്യം ഗ്രീൻ കെമിസ്ട്രിയിൽ നിന്ന് വരാം. അനദർ ഒരു സ്പെക്ട്രോമെട്രി ക്വസ്റ്റ്യൻ ആണ് മാസിന്റെ ടിപ്പിക്കൽ ഐസോടോപ്പിക് പാറ്റേൺ ഓഫ് സൾഫർ. ഇത് നിങ്ങൾ ബൈഹാർട്ട് തന്നെ ചെയ്യുക. സൾഫറിന്റെ 4 ഐസോടോപ്പുകളാണ് ഈ ഒരു എന്താണ് നമ്മുടെ പീക്കുകളിൽ വരാൻ സാധ്യത. S32, S33, S34, S36. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 100:0.76 4.22:0.20 ആണ്. അപ്പൊ ഇത് ബൈഹാർട്ട് തന്നെ ചെയ്യുക. നമ്മൾ ക്ലോറിൻ, ബ്രോമിൻ ഒക്കെ പറഞ്ഞ പോലെ 3:1 1:1 പറഞ്ഞ പോലെ സൾഫറിന് 4 ഐസോടോപ്പ് ആണ്. അതിന്റെ റേഷ്യോ 100:0.76:4.22:0 ആണ്. സോ നല്ല രീതിയിൽ ഒരു പ്രിപ്പറേഷനുമായിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട് പോകാൻ. ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് എന്നോണം തന്നെ ഓർക്കുക. കാരണം ഇനി HSSTയും HSC ഒക്കെ ലയനം വരുമ്പോഴത്തേക്ക് മാറി മറിയുന്ന മാറ്റങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലെവൽ ഓഫ് ക്വാളിഫയിങ് എക്സാമിൽ എന്തായാലും ഉറപ്പായിട്ടും വ്യത്യാസം വരും. സോ നിങ്ങൾക്ക് ഇനി അധികം സമയമില്ല. ഈ ഒരു ചാൻസ് ലാസ്റ്റ് ചാൻസ് ആക്കി വെച്ചിട്ട് മാക്സിമം എഫേർട്ട് ഇട്ട് ഇത്തവണത്തെ സെറ്റ് തന്നെ നിങ്ങൾ കരസ്ഥമാക്കുക. ടോസ് അക്കാഡമിയുടെ എല്ലാവിധ ആശംസകളും.